വിവരാവകാശ അപേക്ഷയിൽ തെറ്റായ വിവരം നൽകിയെന്ന് ആരോപണം. കല്ലറ ഗ്രാമപഞ്ചായത്തിൽ വിവരാവകാശ പ്രകാരം കൊടുത്ത അപേക്ഷയിൽ വസ്തുതാവിരുദ്ധമായ മറുപടിയാണ് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം അരവിന്ദ് ശങ്കർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നിലവിലുള്ള 2018 പാലം പൊളിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് വിവരാവകാശം വെച്ചിരുന്നത്. അതിൽ വിവരാവകാശത്തിലെ കല്ലറ പഞ്ചായത്തിലെ സെക്രട്ടറിക്ക് വിവരാവകാശം വെച്ചു. പക്ഷേ തന്നത് വളരെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് തന്നത്. പാലം നിലവിലുള്ള പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പാലം പഞ്ചായത്തിന് അവിടെ ഇല്ല, പഞ്ചായത്തോടെ ആർക്കും പണിയാനായിട്ട് അനുമതി കൊടുത്തിട്ടില്ല എന്നും പറഞ്ഞു. നിലവിലുള്ള ഒരു തോട് ഉണ്ട്, ആ തോട് പഞ്ചായത്തിന്റെ ആണോ എന്ന് ചോദിച്ചപ്പോൾ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടി തന്നു. പഞ്ചായത്തിന്റെ ആസ്തിയിൽ ഉൾപ്പെടുക കൂടാതെ തന്നെ അത് ഏത് വർഷമാണ് ഉൾപ്പെടുത്തിയത്, അതിന്റെ നീളവും വീതിയും ചോദിച്ചപ്പോൾ അതിനെ പറ്റി രേഖകൾ ലഭ്യമല്ല എന്ന് പറഞ്ഞിരിക്കുകയും പഞ്ചായത്ത് സെക്രട്ടറിയാണ് പറഞ്ഞത്. തെറ്റായ വിവരം നൽകിയ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ വിവരാവകാശ അപ്പലേറ്റ് അതോറിറ്റിക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു. 4-ാം വാർഡിലെ വലിയ കടവ് കളമ്പുക്കാട് തോടിന് കുറുകെ സ്വകാര്യ വ്യക്തി നിർമ്മിച്ച പാലം നാട്ടുകാർ പൊളിച്ചുമാറ്റിയെന്ന് ആരോപിച്ച് വൈക്കം കോടതിയിൽ നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് വസ്തുതകൾ തേടി വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകിയത്. പഞ്ചായത്തിൻ്റെ ആസ്തിയിൽ ഈ തോട് ഉൾപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുന്ന മറുപടിയിൽ എന്നാണ് തോട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് അത് സംബന്ധിച്ച രേഖ പഞ്ചായത്തിൽ ലഭ്യമല്ലെന്നാണ് മറുപടിയിൽ പറയുന്നതെന്ന് അരവിന്ദ് പറഞ്ഞു. 2018 പാലം പൊളിച്ചു, അല്ലെങ്കിൽ അവിടെ കയ്യേറ്റം നടത്തി, അല്ലെങ്കിൽ ഞങ്ങൾ ആരോപണ വിധേയരായി നിന്ന കേസിൽ 2009 തന്നെ 3-ാം മാസം 31-ാം തീയതി തന്നെ ആസ്തി രജിസ്റ്ററിൽ ഈ തോട്, അതായത് വലിയ കടവ് കളമ്പുകാട് തോട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് നമുക്കിത് ആസ്തി രജിസ്റ്ററിൽ തോട് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ, അതിന്റെ നീളവും വീതിയും സമയവും അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ് ഒന്നും വ്യക്തമാക്കാതെയുള്ള ഒരു പരസ്പര വിരുദ്ധമായ മറുപടി ഞങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയത്. 2009 മാർച്ച് 31-ന് ഈ തോട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തിയതായുള്ള രേഖ തങ്ങളുടെ കൈവശം ഉണ്ടെന്നാണ് പഞ്ചായത്ത് അംഗം അവകാശപ്പെടുന്നത്. എൻലൈറ്റ് ന്യൂസ്, കടുത്തുരുത്തി.